രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരൂഹ്യ കവിതാശാഖ വന്ദേ വാൽമീകി കോകിലം. അഞ്ജനാനന്ദനം വീരം ജാനകീ ശോകനാശനം കവീശം അക്ഷരം താരം വന്ദേ ലങ്കാഭയങ്കരം. ശ്രീരാമചന്ദ്രചരണൗ മനസാ സ്മരാമി, ശ്രീരാമചന്ദ്രചരണൗ വചസാ ഗൃണാമി, ശ്രീരാമചന്ദ്രചരണൗ ശിരസാ നമാമി, ശ്രീരാമചന്ദ്രചരണൗ ശരണം പ്രപദ്യേ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ. അധ്യാത്മരാമായണം യുദ്ധകാന്ഡം 12 സർഗം. വിഭീഷണാഭിഷേകം, അഗ്നിപരീക്ഷണം. ശ്രീമഹാദേവ ഉവാച രാമോ വിഭീഷണം ദൃഷ്ട്വാ ഹനുമന്തം തദാംഗദം ലക്ഷ്മണം കപിരാജം ജജാംബവന്തം തഥാപരാൻ പരിതുഷ്ടേന മനസാ സർവാനേവാബ്രവീദ്വജ ഭവതാം ബാഹുവീര്യേണ നിഹതോ രാവണോ മയാ. മഹാദേവൻ മഹാദേവിയോട് പറഞ്ഞു, മാരുതി, വിഭീഷണൻ, ലക്ഷ്മണൻ, അതുപോലെ അംഗദൻ, സുഗ്രീവൻ, കവിരാജൻ, ജാംബവാൻ എന്നിവരെയും അപ്രകാരം അന്യരെയും സന്തോഷമാർന്ന ചേതസ്സോടെ തൃക്കൺ പാർത്ത് എല്ലാപേരോടുമായി രാമൻ പറഞ്ഞു, ഭവാന്മാരുടെ ബാഹുവീര്യത്താലാണ് രാവണൻ എന്നാൽ വധിക്കപ്പെട്ടത്. കീർത്തിസ്താസ്യതി വാ പുണ്യയാവച്ഛന്ദ്രദിവാകരോ കീർത്യയിഷ്യന്തി ഭവതാം കഥാം ത്രൈലോക്യപാവനീം മയോപേതാം കലിഹരാം യാസ്യന്തി പരമാം ഗതിം. ചന്ദ്രനും സൂര്യനും ഉള്ള നാൾ വരെ നിങ്ങളുടെ പുണ്യകീർത്തി നിലകൊള്ളും. എന്നെ സംബന്ധിക്കുന്നതും തന്മൂലം ഉലകം മൂന്നും സംശുദ്ധമാക്കുന്നതും കലിഹരവുമായ ഭവതീയ കഥ ഏതൊരുവൻ പ്രകീർത്തിക്കുന്നുവോ അവൻ പരമപദം പോകും. ഏതസ്മിന്നന്തരേ ദൃഷ്ട്വാ രാവണം പതിതം ഭുവി മന്ദോദരീമുഖാ സർവാ സ്ത്രീയോ രാവണപാലിതാഃ പതിതാ രാവണസ്യാഗ്രേ ശോചന്ത്യപരിദേവയൻ വിഭീഷണ ശുശോചാർത്തശോകേന മഹദാവൃതഃ പതിതോ രാവണസ്യാഗ്രേ ബഹുധാ പര്യദേവയത്. രാമസ്തു ലക്ഷ്മണം പ്രാഹ ബോധയസ്വ വിഭീഷണം കരോതു ഭ്രാതൃസംസ്കാരം കിം വിളംബേന മാനദ. സ്ത്രിയോ മന്ദോദരീ മുഖ്യാ പതിതാ വിലവന്തി ച നിവാരയതു താ സർവാ രാക്ഷസീ രാവണപ്രിയാഃ. ഏവമുക്തോദരാമേണ ലക്ഷ്മണോ അഗാദ്വിഭീഷണം ഉവാച മൃതകോപാന്തേ പതിതം മൃതകോപമം. രാവണൻ നിലംപതിച്ചത് കണ്ട് മന്ദോദര്യാദി നാരിമാരെല്ലാം അവിടെ വന്ന് വീണ് വളരെ ഉച്ചത്തിൽ മുറവിളി കൂട്ടി. കൊടും ദുഃഖത്തിലാണ്ട് ദുഃഖിതനായ വിഭീഷണനും രാവണന്റെ സമീപം വീണുരണ്ട് വിലപിച്ചു. രാമനാകട്ടെ ലക്ഷ്മണനോട് പറഞ്ഞു, നീ വിഭീഷണനെ പ്രബോധിപ്പിക്കുക, അവൻ സഹോദരനെ സംസ്കരിക്കട്ടെ. കാലതാമസം കൊണ്ട് എന്താണ് ഫലം? മന്ദോദരി തുടങ്ങിയ മഹിളമാർ വീണ വിലപിക്കുകയും ചെയ്യുന്നു. രാവണ ഭാര്യമാരായ രാക്ഷസിമാരെയെല്ലാം വിഭീഷണൻ ആശ്വസിപ്പിക്കട്ടെ. രാമന്റെ വാക്കുകേട്ട് ലക്ഷ്മണൻ മൃതപ്രായനെപ്പോലെ കിടന്ന വിഭീഷണന്റെ സമീപത്തെത്തി ഇങ്ങനെ പറഞ്ഞു, ശോകേന മഹദാവിഷ്ടം സൗമിത്രീർ ഇദമബ്രവീത് യം ശോചസി ത്വം ദുഃഖേന കോയം തവ വിഭീഷണ
ത്വം വാസ്യ കഥമസൃഷ്ടേ പുരേദാനീം അദപരം യദ്വത്തോയൗഖപതിതാസ്യ കഥായാന്തി തദ്വശാം സംയുജ്യന്തേ വിയുജ്യന്തേ തഥാ കാലേന ദേഹിനഃ യഥാ ധാനാസു വൈ ധാനാ ഭവന്തി ന ഭവന്തി ച ഏവം ഭൂതേഷു ഭൂതാനി പ്രേരിതാനീശമായയാ ത്വം ചേമേ വയമന്യേ ച തുല്യാ കാലവശോദ്ഭവാഃ. കഠിനമായ ദുഃഖത്തിലിരുന്ന വിഭീഷണന്റെ അടുത്ത് ലക്ഷ്മണൻ പറഞ്ഞു, വിഭീഷണ, നീ സന്താപപൂർവം ആരെ ഓർത്തുഴലുന്നുവോ അവൻ നിന്റെ ആരാ? നിന്റെ ജനനത്തിന് മുമ്പും ജലപ്രവാഹത്തിൽപ്പെട്ട മൺതരികൾ എപ്രകാരമാണോ അതോടൊത്തൊഴുകിച്ചേരുകയും പിരിയുകയും ചെയ്യുന്നത്, അതുപോലെ കാലപ്രവാഹത്തിൽപ്പെട്ട ജീവികളും ചേർന്ന് പിരിയുന്നു. വിത്തുകളിൽ നിന്ന് മറ്റു വിത്തുകൾ ഉണ്ടാകാം, ഉണ്ടാകാതെയും ഇരിക്കാം. അതുപോലെയാണ് ജന്തുക്കളിൽ നിന്ന് ജന്തുക്കളും ഈശ്വരൻ്റെ മായാപ്രേരണയാൽ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നത്. നീയും ഇവനും നാമും അന്യരും എല്ലാം തുല്യരാണ്, കാലവശാൽ ജനിച്ചവരാണ്. ജന്മമൃത്യുയദായസ്മാത് തദാ തസ്മാത് ഭവിഷ്യത ഈശ്വര സർവഭൂതാനി ഭൂതൈ സൃജതി ഹന്ത്യജ ആത്മസൃഷ്ടൈരസ്വതന്ത്രൈർനിരപേക്ഷോ അഭിബാലവത് ദേഹേന ദേഹിനോ ജീവ ദേഹാദേഹോ അഭിജായതേ ബീജാത് ഏവ യദാ ബീജം ദേഹാന്യ ഇവ ശാശ്വത ദേഹി ദേഹവിഭാഗോയം അവിവേകകൃതപുരാ. ജനനവും മരണവും എപ്പോൾ എവിടെ നിന്ന് വേണമോ അപ്പോൾ അവിടെ നിന്ന് ഭവിച്ചുകൊള്ളും. അജനായ ഈശ്വരൻ നിരപേക്ഷനെങ്കിലും ബാലനെപ്പോലെ ലീലയാൽ താൻ സൃഷ്ടിച്ച അസ്വതന്ത്ര ജീവജാലങ്ങളിലൂടെ സകല ഭൂതങ്ങളെയും സൃഷ്ടിക്കുന്നു, സംഹരിക്കുകയും ചെയ്യുന്നു. ദേഹധാരണം മൂലമാണ് ജീവന്മാർ ദേഹികളാകുന്നത്. ബീജത്തിൽ നിന്നും ബീജം ഉളവാകുന്നത് പോലെ ഉടലിൽ നിന്നും ഉടൽ ഉളവാകുന്നു. ശാശ്വതനായ ജീവൻ ദേഹബദ്ധനെന്ന് തോന്നിക്കുന്നു. ഈ ദേഹീദേഹ വിഭജനം തന്നെ മൗലികമായി അവിവേകജനിതം. ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ്. നാനാത്വം ജന്മനാശശ്ചക്ഷയോ വൃദ്ധിക്രിയാഫലം ദ്രഷ്ടുരാഭാന്ത്യതദ്ധർമ്മ യഥാഗ്നേർദാരുവിക്രിയാഃ തൈമേ ദേഹസംയോഗാത് ആത്മനാ ഭാന്ത്യസദ്ഗ്രഹാത് യഥാ യഥാ തഥാ ജാന്യത് ധ്യായതോ സത്സദാഗ്രഹാത് പ്രസുപ്തസ്യാനഹം ഭാവാത് തഥാ ഭാതി ന സംശ്രുതി ജീവതോപി തഥാ തദ്വദ് വിമുക്തസ്യാനഹം കൃതേ. നാനാത്വം, ജനനം, മരണം, ക്ഷയം, വളർച്ച, കർമ്മഫലം ഇവ ദ്രഷ്ടാവിന്, അതായത് ആത്മാവിന് പ്രതീതങ്ങൾ മാത്രമാണ്, തനത് ധർമ്മങ്ങളല്ല. വിറകിൻ്റെ പരിണാമം അഗ്നിക്കെന്ന പോലെ അസത്തിനെ, അതായത് മിഥ്യയെ ഗ്രഹിക്കുന്നത് മൂലമുളവായ ദേഹസംയോഗത്താൽ ഏതേത് വിധമാണോ താദൃശമായ ഈ ദേഹധർമ്മങ്ങൾ ആത്മാവിൻ്റേതായി തോന്നുന്നത്, അതുപോലെ സത്യത്തിൽ ആസ്ഥയോടെ ധ്യാനിപ്പവന് ദേഹധർമ്മം അന്യവും അസത്തുമായി അനുഭവപ്പെടുന്നു. ഗാഠനിദ്രയിൽ കിടക്കുന്ന ഒരുവന് ഞാനെന്ന ഭാവം ഇല്ലായികയാൽ തത്സമയം സംസാരം പ്രതീതമാകുന്നില്ല. അതായത് ജീവിത ദുരിതങ്ങൾ അവനിൽ പ്രതിഫലിക്കുന്നില്ല. അതുപോലെ അഹംബോധമില്ലാത്ത ജീവൻ മുക്തന് ജീവിച്ചിരിക്കുമ്പോഴും പ്രപഞ്ചബന്ധം ഉണ്ടാകുന്നില്ല. തസ്മാൻ മായാമനോധർമ്മം ജഹ്യഹം മമതാഭ്രമം രാമഭദ്രേ ഭഗവതി മനോദേഹാത്മനീശ്വരേ സർവഭൂതാത്മനി പരേ മായാമാനുഷരൂപിണി ബാഹ്യേന്ദ്രിയാർത്ഥ സംബന്ധാത് ത്യാജയിത്വാ മനഃശനൈഹി. അതിനാൽ ഞാൻ എൻ്റേത് എന്ന ഭ്രമവും മായിക മനോവ്യാപാരവും വിടൂ. ഇന്ദ്രിയങ്ങളുടെ ബാഹ്യവിഷയബന്ധത്തിൽ നിന്ന് മനസ്സിനെ മെല്ലെ മെല്ലെ വിടുവിച്ച് സർവഭൂതസ്വരൂപനും പരമാത്മാവും ഈശ്വരനും മായാമനുഷ്യരൂപിയുമായ
ഭഗവാൻ രാമഭദ്രനിൽ സാവധാനം സ്വഹൃദയം അർപ്പിച്ചുകൊള്ളൂ. തത്ര ദോഷാൻ ദർശയിത്വാ രാമാനന്ദേ നിയോജയ ദേഹബുദ്ധ്യാ ഭവേദ് ഭ്രാതാ പിതാ മാതാ സുഹൃത്പ്രിയ വിലക്ഷണം യഥാ ദേഹാ ജാനാത്യാത്മാനമാത്മനാ തദാ ഗഗസ്യ വാ ബന്ധുർ ഭ്രാതാ മാതാ പിതാ സുഹൃത് മിഥ്യാജ്ഞാനവശാജ്ജാതാ ദാരാഗാരദയഃ സദാ ശബ്ദാദയശ്ച വിഷയാ വിവിധാശ്ചൈവ സമ്പദ ബലം കോശോ ഭൃത്യവർഗോ രാജ്യം ഭൂമി സുതാദയ അജ്ഞാനജത്വാത് സർവേ തേ ക്ഷണസംഗമഭങ്കുരാ. വിഷയദോഷങ്ങൾ ബോധ്യപ്പെടുത്തി മനസ്സ് രാമനാകുന്ന ആനന്ദക്കാമ്പിൽ ലയിപ്പിക്കണം. ദേഹാഭിമാനത്താലാണ് സഹോദരൻ, പിതാവ്, മാതാവ്, സുഹൃത്ത്, പ്രിയൻ എന്നീ ഭാവനകൾ ഉണ്ടാകുന്നത്. ആത്മാവിനെ ഭിന്നനെന്ന് എപ്പോൾ ആത്മാവ് കൊണ്ടറിയുന്നുവോ അപ്പോൾ പിന്നെ ആര് ആർക്ക് ബന്ധു, ആര് ആരുടെ സഹോദരൻ, മാതാവ്, പിതാവ്, സുഹൃത്ത്. ഭാര്യാഭവനാദികൾ, ശബ്ദാദി വിഷയങ്ങൾ, വിവിധ സമ്പത്ത്, സേന, ഭണ്ഡാരം, ഭൃത്യഗണം, രാജ്യം, ഭൂമി, പുത്രാദികൾ ഇവയെല്ലാം എക്കാലവും അജ്ഞാനജനിതങ്ങൾ തന്നെ. അറിവില്ലായ്മയിൽ നിന്ന് ഉളവായതുമൂലം അവയെല്ലാം ക്ഷണസംഗമത്തിന് ശേഷം നശിച്ചു പോകുന്നു. അഥ ഉത്തിഷ്ടാഹൃതാരാമം ഭാവയൻ ഭക്തിഭാവിതം അനുവർത്തസ്വരാജ്യാദിഭുഞ്ചൻ പ്രാരബ്ധമന്വഹം. അതിനാൽ എഴുന്നേൽക്കൂ, ഭക്തിയാൽ ഭാവിതനായ രാമനെ മനതാരിൽ നനച്ച് പ്രാരബ്ധഫലം ഭുജിച്ചുകൊണ്ട് അനുദിനം രാജ്യഭാരാദി നിറവേറ്റു. ഭൂതം ഭവിഷ്യതഭജൻ വർത്തമാനമധാചരൻ വിഹരസ്വയഥാന്യായം ഭവദോഷൈർന ലിപ്യസേ. കഴിഞ്ഞുപോയതും വരാനുള്ളതും ഗൗനിക്കാതെ നിലവിലുള്ളത് ആചരിച്ചുകൊണ്ട് ന്യായാനുസരണം വിഹരിക്കൂ. ഇനി ഭവദോഷങ്ങൾ നിന്മേൽ ഉണ്ടാവുകയില്ല. ആജ്ഞാപയേതി രാമസ്ത്വാം യദ്ഭ്രാതുർ സാമ്പരായികം തത്കുരുഷ്വ യഥാശാസ്ത്രം രുദതീശ്ചാവിയോഷിത നിവാരയ മഹാബുദ്ധേ ലങ്കാം ഗച്ഛതുമാചിരം. ശ്രുത്വാ യഥാവദ്വചനം ലക്ഷ്മണസ്യ വിഭീഷണ ത്യക്താ ശോകം ച മോഹം ച രാമപാർശ്വം ഉപാഗമത്. രാമൻ നിന്നോട് ആജ്ഞാപിക്കുകയാണ് മഹാമതേ, സഹോദരന് വേണ്ടി മരണാനന്തര കർമ്മമെല്ലാം ശാസ്ത്രാനുസരണം അനുഷ്ഠിക്കുക. വിലപിക്കുന്ന വനിതകളെയെല്ലാം ആശ്വസിപ്പിക്കുക. ലങ്കയിലേക്ക് അവർ പൊയ്ക്കൊള്ളട്ടെ, ഒട്ടും വൈകേണ്ടതില്ല. ലക്ഷ്മണന്റെ യഥാവത്തായ വാക്കുകൾ കേട്ട് ദുഃഖവും മോഹവും വിട്ട് വിഭീഷണൻ രാമന്റെ അരികത്ത് വന്നിരുന്നു. വിമർശ്യ ബുദ്ധ്യാ ധർമ്മജ്ഞോ ധർമാർത്ഥസഹിതം വച രാമസ്യൈവാനുവൃത്യർത്ഥം ഉത്തരം പര്യഭാഷത. നൃശംസം അനൃതം ക്രൂരം ത്യക്തധർമ്മവ്രതം പ്രഭോ നാർഹോസ്മി ദേവ സംസ്കർത്തും പരതാരാഭിമർശിനം. ശ്രുത്വാ തദ്വചനം പ്രീതോ രാമോ വചനമബ്രവീത്. ധർമ്മജ്ഞനായ വിഭീഷണൻ ബുദ്ധിപൂർവം ആലോചിച്ചതിന് ശേഷം രാമന്റെ ഹിതം അനുവർത്തിക്കുമാറ് ധർമാർത്ഥസഹിതമായ വചനം ഉത്തരമായി മൊഴിഞ്ഞു. ഹേ പ്രഭുവായ ദേവ, ഘാതകനും നേരില്ലാത്തവനും ക്രൂരനും ധർമ്മചര്യ വെടിഞ്ഞവനും പരതാരദ്രോഹിയുമായ രാവണനെ സംസ്കരിക്കാൻ ഞാൻ അർഹനല്ല. ഇത് കേട്ട് പ്രീതനായ രാമൻ ഇപ്രകാരം പറഞ്ഞു. മരണാന്താനി വൈരാണി നിവൃത്തം ന പ്രയോജനം ക്രിയതാമസ്യ സംസ്കാരോ മമാപേക്ഷയഥാ തവ. ശത്രുതകളെല്ലാം മരണത്തോടെ തീരുകയാണ്. നമ്മുടെ കാര്യം നിറവേറ്റി ഇവൻ നിനക്കെങ്ങനെയോ അങ്ങനെ തന്നെ എനിക്കും. ഇവന്റെ അന്ത്യസംസ്കാരം ശരിയായ രീതിയിൽ നടത്തൂ. രാമാജ്ഞാം ശിരസാ ധൃത്വാ ശീഘ്രമേവ വിഭീഷണ സാന്ത്വാക്യൈർമഹാബുദ്ധിം രാജ്ഞിം മന്ദോദരീം തഥാ സാന്ത്വയാമാസ ധർമാത്മാ ധർമ്മബുദ്ധിർവിഭീഷണ ത്വരയാമാസ ധർമ്മജ്ഞ സംസ്കാരാർത്ഥം സ്വബാന്ധവാൻ.
രാമാജ്ഞ ശിരസാവഹിച്ച് ധർമാത്മാവായ വിഭീഷണൻ ഉടൻ തന്നെ മഹാബുദ്ധിമതിയായ മന്ദോദരി രാജ്ഞിയെ സാന്ത്വനവചനങ്ങളാൽ സമാശ്വസിപ്പിച്ചു. ധർമ്മബുദ്ധിയും ധർമ്മജ്ഞനുമായ വിഭീഷണൻ അപ്പോൾ എത്രയും വേഗം രാവണന്റെ സംസ്കാരകർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി ബന്ധുജനങ്ങളെ പ്രേരിപ്പിച്ചു. ചിത്യാം നിവേശ്യ വിധിവത് പിതൃമേധവിധാനതഃ ആഹിതാഗ്നേരഥാ കാര്യം രാവണസ്യ വിഭീഷണഃ തഥൈവ സർവം അകരോദ്ബന്ധുഭിഃ സഹ മന്ത്രിഭിഃ ദദൗ ച പാവകം തസ്യ വിധിയുക്തം വിഭീഷണഃ. പിതൃമേധവിധിപ്രകാരം മൃതദേഹം ചിതയിൽ യഥാവിധി വെച്ചു. അഗ്നിഹോത്രയ്ക്ക് ചെയ്യേണ്ടത് ഏതു വിധമോ അപ്രകാരം രാവണന്റെ അന്ത്യകർമ്മങ്ങളെല്ലാം ബന്ധുക്കളോടും മന്ത്രിമാരോടും ചേർന്ന് വിഭീഷണൻ നിർവഹിച്ചു. വിഭീഷണൻ വിധിപ്രകാരം ആ ചിതയ്ക്ക് തീ കൊളുത്തി. സ്നാത്വാ ജൈവാർദ്രവസ്ത്രേണ തിലാൻ ദർഭാഭിമിശ്രിതാൻ ഉദകേന സമ്മിശ്രാൻ പ്രദായ വിധിപൂർവകം പ്രദായ ചോദകം തസ്മൈ മൂർധ്നാജൈനം പ്രണമ്യജ താ സ്ത്രീയോ അനുനയാമാസ സന്തുമുക്ത്വാ പുനഃ പുനഃ. കുളിച്ച് നനഞ്ഞ വസ്ത്രത്തോടെ ദർഭയും വെള്ളവും എള്ളും ചേർത്ത തിലോദകം വിധിപൂർവം അർപ്പിച്ച് നീർവീഴ്ത്തിയിട്ട് ശിരസ്സുകൊണ്ട് രാവണനെ വണങ്ങി. വീണ്ടും വീണ്ടും സാന്ത്വനമോദി അവിടെ നിന്ന വനിതകളെയെല്ലാം ആശ്വസിപ്പിക്കുകയും ചെയ്തു. ഗമ്യതാമിതിതാ സർവ വിവിശുർനഗരം തഥാ പ്രവിഷ്ടാസു സർവാസു രാക്ഷസീഷു വിഭീഷണ. രാമപാർശ്വോപാഗത്യ തഥാ തിഷ്ഠൻ വിനീതവത് രാമോപി സഹസൈന്യേന സുഗ്രീവ സഹലക്ഷ്മണ ഹർഷം ലേഭേ രിപൂൻ ഹത്വാ യഥാവൃത്രം ശതക്രതോ. ഇനി എല്ലാവർക്കും പോകാമല്ലോ എന്ന് വിഭീഷണൻ നിർദ്ദേശിച്ചതുകൊണ്ട് ആ മഹിളകളെല്ലാം ഉടനെ നഗരത്തിലേക്ക് പോയി. എല്ലാ രാക്ഷസിമാരും പോയി കഴിഞ്ഞപ്പോൾ വിഭീഷണൻ രാമന്റെ അരികിലെത്തി വിനയവാനായി നിന്നു. സുഗ്രീവ ലക്ഷ്മണ സമേതനായ രാമൻ ശത്രുക്കളെയെല്ലാം സംഹരിച്ചതിൻ്റെ സന്തോഷത്തിൽ നിന്നു. ദേവേന്ദ്രൻ വൃത്രനെ വധിച്ചതിന് ശേഷം നിന്നതുപോലെ മാതലിശ്ചതദാരാമം പരിക്രമ്യ അഭിവന്ദ്യജ അനുജ്ഞാതശ്ചരാമേണ യയൗ സ്വർഗം വിഹായസ. മാതലിയും അപ്പോൾ രാമനെ വലം വെച്ച് വണങ്ങി രാമന്റെ അനുമതിയോടെ ആകാശമാർഗം സ്വർഗത്തിലേക്ക് പോയി. അതോ ഹൃഷ്ടമനാരാമോ ലക്ഷ്മണം ചേതമബ്രവീത് വിഭീഷണായ മേ ലങ്കാരാജ്യം ദത്തം പുരൈവ ഹി ഇദാനീം അഭിഗത്വാ ത്വം ലങ്കാ മധ്യേ വിഭീഷണം അഭിഷേചയ വിപ്രൈശ്ച മന്ത്രവത് വിധിപൂർവകം ഇത്യുക്തോ ലക്ഷ്മണസ്തൂർണം ജഗാമ സഹവാനരൈ ലങ്കാം സുവർണകലശൈ സമുദ്രജല സംയുതൈ അഭിഷേകം ശുഭം ചക്രേ രാക്ഷസേന്ദ്രസ്യ ധീമതഃ. അനന്തരം പ്രസന്നചിത്തനായ രാമൻ ലക്ഷ്മണനോട് ഇങ്ങനെ പറഞ്ഞു: നേരത്തെ തന്നെ ഞാൻ വിഭീഷണന് ലങ്കാരാജ്യം നൽകി. എങ്കിലും നീ ചെന്ന് ലങ്കാമധ്യത്തിൽ വെച്ച് വിപ്രന്മാരെ കൊണ്ട് മന്ത്രോച്ചാരണപൂർവകം യഥാവിധി ഇപ്പോൾ വിഭീഷണനെ വാഴിക്കണം. ഇത് കേട്ട് ലക്ഷ്മണൻ വാനരന്മാരോടൊത്ത് സ്വർണ്ണ കലശങ്ങളിൽ സമുദ്രജലം നിറച്ച് ധീമാനായ രാക്ഷസനാഥന് ശുഭാഭിഷേകം ചെയ്തു. തദപൗരജനൈ സാർദ്ധം നാനോപായാനപാണിഭി വിഭീഷണസ്സ സൗമിത്രി തിരുപായാന പുരസ്കൃത ദണ്ഡപ്രണാമം അകരോദ് രാമസ്യാക്ലിഷ്ടകർമ്മണഃ രാമോ വിഭീഷണം ദൃഷ്ട്വാ പ്രാപ്തരാജ്യം മുദാണ്ണിത കൃതകൃത്യമിവാത്മാനം അമന്യത സഖാനുജഃ സുഗ്രീവം ച സമാലിംഗ്യ രാമോ വാക്യം അദാ അബ്രവീത്. ലക്ഷ്മണന്റെ കൂടെ വിഭീഷണൻ കുറെ ഉപഹാരങ്ങളുമായി തിരുമുൽക്കാഴ്ച വയ്ക്കുവാൻ പൗരന്മാരുമായി വന്ന് രാമന്റെ മുമ്പിൽ ദണ്ഡനമസ്കാരം ചെയ്തു. വിഭീഷണനെ രാജ്യം നേടിയവനായി കണ്ട് സന്തുഷ്ടനായ രാമൻ അനുജനോടൊപ്പം സ്വയം കൃതകൃത്യനെന്ന് കരുതി സുഗ്രീവനെ വാരിപ്പുണർന്ന് പിന്നെ ഇപ്രകാരം പറഞ്ഞു: സഖായേന ത്വയാ വീര ജിതോ മേ രാവണോ മഹാൻ
വിഭീഷണോ വിലങ്കായാം അഭിഷിക്തോ മയാനഘ. അല്ലയോ വീര, നിന്റെ തുണ കൊണ്ടാണ് പ്രഭാവശാലിയായ രാവണനെ ഞാൻ ജയിച്ചത്. പുണ്യാത്മാവായ വിഭീഷണനെ ഞാൻ ലങ്കയിൽ വാഴിച്ചതും നിന്റെ സഹായത്താൽ തന്നെയാണ്. തതപ്രാഹ ഹനുമന്തം പാർശ്വസ്ഥം വിനയാന്വിതം വിഭീഷണസ്യ അനുമതേർ ഗച്ഛത്വം രാവണാലയം ജാനകി സർവമാഖ്യാഹി രാവണസ്യ വദാധികം ജാനക്യാ പ്രതിവാക്യം മേ ശീഘ്രം ഏവ നിവേദയഃ. അരികിൽ നിന്ന ഹനുമാനോട് രാമൻ പറഞ്ഞു, വിഭീഷണന്റെ അനുമതിയോടെ നീ രാവണവസതിയിൽ ചെല്ലണം. രാവണവധാദി വാർത്തയെല്ലാം ജാനകിയെ അറിയിക്കണം. ജാനകിയുടെ പ്രതിവചനം ഉടൻ തന്നെ എന്നെ അറിയിക്കൂ. ഏവം ആജ്ഞാപിതോ ധീമാൻ രാമേണ പവനാത്മജ പ്രവിവേശപുരീം ലങ്കാം പൂജ്യമാനോ നിശാചരൈഃ പ്രവിശ്യ രാവണഗൃഹം ശിംശപാമൂലമാശ്രിതാം ദദർശ ജാനകീം തത്ര കൃശാം ദീനാം അനിന്ദിതാം രാക്ഷസീ വിപരിവൃതാം ധ്യായന്തീം രാമം ഏവ ഹി. രാമന്റെ ആജ്ഞയനുസരിച്ച് മാരുതി നിശാചരന്മാരുടെ അനുഗ്രഹങ്ങളെല്ലാം ഏറ്റുകൊണ്ട് തന്നെ ലങ്കാപുരിയിൽ പ്രവേശിച്ചു. രാവണന്റെ അരമനയിൽ ചെന്ന് അവിടെയുള്ള ശിംശപാതരുവിൻ്റെ ചുവട്ടിലിരുന്ന മെലിഞ്ഞ് ദീനയായിരുന്ന ആദരണീയയായ രാക്ഷസികളാൽ ചുറ്റപ്പെട്ടിരുന്ന ആ സീതാദേവിയെ, രാമനെ മാത്രം ധ്യാനിച്ചിരിക്കുന്ന സീതാദേവിയെ ദർശിക്കുകയുണ്ടായി. വിനയാവനതോ ഭൂത്വാ പ്രണമ്യ പവനാത്മജ കൃതാഞ്ജലിപുടോ ഭൂത്വാ പ്രഹോ ഭക്ത്യാഗ്രതസ്ഥിത തം ദൃഷ്ട്വാ ജാനകീം തൂഷ്ണീം സ്ഥിത്വാ പൂർവസ്മൃതിം യയൗ ജ്ഞാത്വാ തം രാമദൂതം സാഹർഷാത് സൗമ്യമുഖീ ബഭൗ സതാം സൗമ്യമുഖീം ദൃഷ്ട്വാ തസ്യൈ പവനനന്ദന രാമസ്യ ഭാഷിതം സർവം ആഖ്യാതും ഉപചക്രമേ. വിനയാന്വിതനായ ആ പവനപുത്രൻ വണങ്ങി കൈകൂപ്പി ഭക്തിനമ്രനായി മുന്നിൽ നിന്നു. അവനെ നോക്കി ജാനകി പ്രസന്നവദനയായി മൗനം പൂണ്ട് ഇരുന്നു. ആ സമയത്ത് ആഹ്ലാദവാനായി ഹനുമാൻ രാമഭാഷിതമെല്ലാം അവൾക്ക് വിവരിച്ചു കൊടുക്കാൻ തുടങ്ങി. ദേവീ രാമ സസുഗ്രീവോ വിഭീഷണ സഹായവാൻ കുശലീ വാനരാണാം ച സൈന്യശ്ച സഹലക്ഷ്മണ രാവണം സസുതം ഹത്വാ സബലം സഹമന്ത്രിഭി ത്വമാഹ കുശലം രാമോ രാജ്യേ കൃത്വാ വിഭീഷണം. അല്ലയോ ദേവി, വിഭീഷണന്റെ തുണയോടുകൂടി ലക്ഷ്മണ സുഗ്രീവ സേവിതനായ രാമൻ സൈന്യസമേതം സസുഖം കഴിയുന്നു. വാനരന്മാർക്കും സുഖം തന്നെ. സേനാ സജീവ സന്തതി സഹിതം രാവണനെ സംഹരിക്കുകയും വിഭീഷണനെ നാട്ടിൽ വാഴിക്കുകയും ചെയ്തതിന് ശേഷം രാമൻ അവിടത്തേക്ക് കുശലം ആശംസിച്ചിരിക്കുകയാണ്. ശ്രുത്വാ ഭർത്തുപ്രിയം വാക്യം ഹർഷഗദ്ഗദയാ ഗിര കിം തേ പ്രിയം കരോമ്യദ്യ ന പശ്യാമി ജഗത്രയേ സമം തേ പ്രിയവാക്യസ്യ രത്നാന്യാഭരണാനി ച ഏവമുക്തസ്തു വൈദേഹ്യാ പ്രത്യുവാചപ്ലവംഗമ. പതിയുടെ പ്രിയവചനം കേൾക്കെ ഹർഷഗദ്ഗതമാർന്ന വാക്കിൽ സീത പറഞ്ഞു, നിനക്കിന്ന് എന്ത് പ്രിയമാണ് ഞാൻ ചെയ്യുക. ലോകം മൂന്നിലുമുള്ള രത്നങ്ങളും ആഭരണങ്ങളും പോലും നിന്റെ പ്രിയവചനത്തിന് സമമാണെന്ന് ഞാൻ കരുതുന്നില്ല. സീതയുടെ വാക്ക് കേട്ട് ആ കവിശ്രേഷ്ഠൻ പറഞ്ഞു, രത്നൗഖാദ് വിവിധാദ്വാപി ദേവരാജ്യാദ് വിശിഷ്യതേ ഹതശത്രും വിജയിനം രാമം പശ്യാമി സുസ്ഥിരം. തസ്യ തദ്വചനം ശ്രുത്വാ മൈഥിലീ പ്രാഹമാരുതിം സർവേ സൗമ്യാ ഗുണാ സൗമ്യ ത്വയേവ പരിനിഷ്ഠിതാഃ. ശത്രുവിനെ കൊന്ന് വിജയിയും സ്വസ്ഥചിത്തനുമായ രാമനെ ഞാൻ കാണുന്നുണ്ടല്ലോ. അത് എനിക്ക് നാനാരത്നസഞ്ചയത്തെക്കാളും സ്വർഗലോകത്തെക്കാളും വിശിഷ്ടമാണ്. അവൻ്റെ ആ വാക്കുകൾ കേട്ട് മൈഥിലി മാരുതിയോട് പറഞ്ഞു, അല്ലയോ കുഞ്ഞെ, സകല സദ്ഗുണങ്ങളും നിന്നിൽ നിറഞ്ഞു നിലകൊള്ളുകയാണ്.
രാമം ദ്രക്ഷ്യാമി ശീഘ്രം മമാജ്ഞാപയതു രാഘവ തഥേതി താം സമസ്കൃത്യ യയോ ദ്രഷ്ടും രഘൂത്തമം. രാഘവൻ എന്നോട് ആജ്ഞാപിക്കട്ടെ, ഞാൻ ശീഘ്രം രാമനെ ദർശിക്കാം. അങ്ങനെയെന്ന് പറഞ്ഞ് സീതയെ വണങ്ങി ഹനുമാൻ ശ്രീരാമനെ കാണാൻ പോയി. ജാനഗ്യാഭാഷിതം സർവം രാമസ്യാഗ്രേ നിവേദയത് യന്നിമിത്തോയമാരംഭ കർമ്മണാം ച ഫലോദയ താം ദേവീം ശോകസന്തപ്താം ദ്രഷ്ടുമർഹസി മൈഥിലീം ഏവമുക്തോ ഹനുമതാ രാമോ ജ്ഞാനവതാം വര മായാ സീതാം പരിത്യക്തും ജാനകീം അനലേ സ്ഥിതാം ആദാതും മനസാ ധ്യാത്വാ രാമപ്രാഹ വിഭീഷണം. ജാനകിയുടെ വാക്കുകൾ രാമസമക്ഷം ഹനുമാൻ അറിയിച്ചു. ഈ പ്രയത്നവും കർമ്മങ്ങളുടെ ഫലപ്രാപ്തിയുമെല്ലാം ആര് നിമിത്തമായിരുന്നുവോ അല്ലൽ നീർന്ന ആ മൈഥിലി ദേവിയെ അങ്ങ് ദർശിക്കുമാറാകണം. ഹനുമാൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ജ്ഞാനികളിൽ അഗ്രഗണ്യനായ രാമൻ മായാ സീതയെ വെടിയാനും അഗ്നിസ്ഥയായ ജാനകിയെ കൈക്കൊള്ളുവാനും മനസ്സാ ധ്യാനിച്ച് വിഭീഷണനോട് പറഞ്ഞു. ഗച്ഛരാജൻ ജനഗജാം ആനയാശു മമാന്തികം സ്നാതാം വിരജവസ്ത്രാഢ്യാം സർവാഭരണഭൂഷിതാം. അല്ലയോ രാജാവേ, ചെന്നാലും കുളി കഴിഞ്ഞ് വെഞ്ചേല ചാർത്തി വിലസുന്ന സർവാഭരണഭൂഷിതയായ ജനകജയെ എൻ്റെ സമീപത്തേക്ക് ഉടനെ ആനയിക്കുക. വിഭീഷണോപി തശ്രുത്വാ ജഗാമസഖമാരുതി രാക്ഷസീഭി സുവൃദ്ധാഭി സ്നാപയിത്വാതു മൈഥിലീം സർവാഭരണസമ്പന്നാം ആരോപ്യ ശിവികോത്തമേ യാഷ്ടീകൈർബഹുബിർഗുപ്താം കഞ്ചുകോഷ്ണീഷിവിശ്വാം. അത് കേട്ട് വിഭീഷണൻ മാരുതിയുമായി നടന്നു. പടുവൃദ്ധകളായ രാക്ഷസിമാരെ കൊണ്ട് സീതയെ സ്നാനം ചെയ്യിച്ചു. കുപ്പായവും തലപ്പാവും അണിഞ്ഞ നിരവധി കോൽക്കാരാൽ സുരക്ഷിതയും സർവ ആഭരണ സമ്പന്നയും ശോഭനയുമായ ആ ജനകപുത്രിയെ ഉത്തമ ശിബികയിൽ ഏറ്റി ആനയിക്കുകയും ചെയ്തു. താം ദ്രഷ്ടുമാഗതാ സർവേ വാനരാജനകാത്മജാം താൻ വാരയന്തോ ബഹവ സർവതോ വേത്രപാണയ കോലാഹലം പ്രകുർവന്തോ രാമപാർശ്വം ഉപായയു ദൃഷ്ട്വാ താം ശിബികാരൂഢാം ദൂരാത് അധരഘൂത്തമഃ വിഭീഷണ കിമർത്ഥം ദേ വാനരാൻ വാരയന്തിഹി പശ്യന്തു വാനരാ സർവേ മൈഥിലീം മാതരം യഥാ. ആ ജനകനന്ദിനിയെ ഒരു നോക്ക് കാണാൻ എല്ലായിടത്തു നിന്നും കവികളെല്ലാം തിങ്ങിക്കൂടി. അവരെ തടഞ്ഞ് കോലാഹലമുണ്ടാക്കിക്കൊണ്ട് നിരവധി ദണ്ഡധാരികൾ രാമന്റെ സമീപത്ത് എത്തിച്ചേർന്നു. ദൂരെ നിന്ന് ഇതൊക്കെ കണ്ട ശ്രീരാമൻ പറഞ്ഞു, വിഭീഷണ, അവർ കവികളെ എന്തിനു തടയുന്നു? അമ്മയെ എന്ന പോലെ എല്ലാ വാനരരും സീതയെ കണ്ടുകൊള്ളട്ടെ. പാദചാരേണ സായാതു ജാനകീ മമ സന്നിധിം ശ്രുത്വാ തദ് രാമവചനം ശിബികാദപരൂഹ്യസ പാദചാരേണ ശനകൈരാഗതാ രാമസന്നിധിം രാമോപി ദൃഷ്ട്വാ താം മായാ സീതാം കാര്യാർത്ഥ നിർമ്മിതാം അവാച്യവാദാൻ ബഹുശ പ്രാഹതാം രഘുനന്ദന അമുഷ്യമാണാ സാ സീതാവചനം രാഘവോദിതം ലക്ഷ്മണം പ്രാഹമേ ശീഘ്രം പ്രജ്വാലയഹുദാശനം വിശ്വാസാർത്ഥം ഹി രാമസ്യ ലോകാനാം പ്രത്യയായ ച. കാൽനടയായി വേണം എൻ്റെ സന്നിധിയിലേക്ക് ജാനകി വരേണ്ടത്. ശ്രീരാമന്റെ വാക്കുകേട്ട് ശിബികയിൽ നിന്നിറങ്ങി സീത കാൽനടയായി മന്ദം മന്ദം രാമസന്നിധിയിലെത്തി. കാര്യാർത്ഥം നിർമ്മിച്ച ആ മായാസീതയെ നോക്കി രഘുനന്ദനായ രാമൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ വളരെയധികം പറഞ്ഞു. രാഘവൻ ഇപ്രകാരം പറഞ്ഞു. സഹിക്കാനാവാതെ ആ സീത ലക്ഷ്മണനോട് അപേക്ഷിക്കുകയുണ്ടായി. അനുജ, എനിക്കായി വേഗം അഗ്നികുണ്ഡം കൂട്ടു, രാമന്റെ വിശ്വാസത്തിനും ലോകരുടെ ബോധ്യത്തിനുമായി. രാഘവസ്യ മതം ജ്ഞാത്വാ ലക്ഷ്മണോപി തഥൈവ ഹി മഹാകാഷ്ടജയം കൃത്വാ ജ്വാലയിത്വാ ഹുദാശനം
രാമപാർശ്വമുപാഗമ്യ തസ്ഥൗ തുഷ്ണീം അരിന്ദമ തദ സീതാപരിക്രമ്യ രാഘവം ഭക്തിസംയുതാ. രാഘവന്റെ മനോഗതം അറിഞ്ഞ് ശത്രുതമനായ ലക്ഷ്മണൻ ഉടൻ തന്നെ വലിയ വിറകുമുട്ടികൾ ശേഖരിച്ച് തീ കത്തിക്കുകയും ചെയ്തിട്ട് രാമന്റെ അടുത്ത് ചെന്ന് മൗനമായി നിന്നു. പിന്നെ സീത ഭക്തിപൂർവം രാമനെ വലം വെച്ചു. പശ്യതാം സർവലോകാനാം ദേവരാക്ഷസയോഷിതാം പ്രണമ്യ ദേവതാഭ്യശ്ച ബ്രാഹ്മണേഭ്യശ്ച മൈഥിലി ബദ്ധാഞ്ജലിപുടാചേദം ഉവാച അഗ്നിസമീപകാം. സകല ലോകരും ദേവാസുര അങ്കനമാരും നോക്കി നിൽക്കെ ദേവതകളെയും വിപ്രരെയും വണങ്ങി മൈഥിലി അഗ്നിയെ സമീപിച്ച് തൊഴുകൈയോടെ ഇങ്ങനെ പറഞ്ഞു: യഥാമേ ഹൃദയം നിത്യം നാപസർപ്പതി രാഘവാത് തഥാ ലോകസ്യ സാക്ഷീമാം സർവദ പാതുപാവക. ഏവമുക്ത്വാ തഥാ സീതാ പരിക്രമ്യ ഹുദാശനം വിവേശജ്വലനം ദീപ്തം നിർഭയേന ഹൃദാ സതീ. ഏത് വിധമാണോ എൻ്റെ ഹൃദയം എക്കാലവും രാഘവനിൽ നിന്ന് വ്യതിചലിക്കാതെ നിന്നത്, അவ்விധം ലോകസാക്ഷിയായ അഗ്നിദേവൻ എല്ലായിടത്തു നിന്നും എന്നെ കാത്തുകൊള്ളട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അഗ്നിയെ വലം വെച്ച് നിർഭയമായ ചേതസ്സോടെ സതിയായ സീത കത്തിക്കാളുന്ന തീയിൽ പ്രവേശിച്ചു. ദൃഷ്ട്വാ തതോ ഭൂതഗണാ സസിദ്ധ സീതാം മഹാവന്യഗതാം ഭൃശാർത്ത പരസ്പരം പ്രാഹുരഹോ സസീതാം രാമശ്രിയം സ്വാം കഥമത്യജജ്ഞ. സിദ്ധസമേതരായ ഭൂതഗണങ്ങൾ സീത കൊടുന്തീയിൽ ചാടുന്നത് കണ്ട് പരിതാപം പൂണ്ട് പരസ്പരം പറഞ്ഞു: ജ്ഞാനിയായ ആ രാമൻ തൻ്റെ സീതാദേവിയെ ത്യജിച്ചു കളഞ്ഞല്ലോ. കഷ്ടം, എന്തിനാണ് ഇങ്ങനെ പരിത്യജിച്ചത്? ഓം ഇത് ശ്രീമദധ്യാത്മരാമായണേ ഉമാമഹേശ്വര സംവാദേ യുദ്ധകാണ്ഡേ 12 സർഗഃ. രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ ജയ രാമ ഹരേ.